എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ സെറ്റ് തിയറി ഏകദേശം നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷൻ റൂളാണ് പറഞ്ഞത് അല്ലേ? അഡീഷൻ റൂൾ, 2 സെറ്റിൻ്റെ അഡീഷൻ റൂൾ പറഞ്ഞു. 3 സെറ്റ്സ് വന്നാൽ എങ്ങനെയാണ് അഡീഷൻ റൂൾ പറയാമെന്ന് പറഞ്ഞു. അതിനകത്ത് എങ്ങനെയാണ് 2 സെറ്റുകൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണോ അല്ലയോ എന്ന് വെരിഫൈ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഓക്കെ, first question. If n of A intersection A union B, if n of A union B is equal to 20, n of A is equal to 12, n of B is equal to 15. Find number of elements in A intersection B. അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കോമൺ ഇൻ ബോത്ത് എ ആൻഡ് ബി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇഫ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ 20 തന്നിട്ടുണ്ട്, എൻ ഓഫ് എ ഈസ് ഈക്വൽ 12 ഉണ്ട്, എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 15 ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആ വേണ്ടത്. റൈറ്റ്, ശരി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അറിയാമോ? ഇതിൻ്റെ റൂൾ എഴുതണം. വി ഹാവ് n of A union B is equal to n of A plus n of B minus n of A intersection B. ഈ റൂളിലെ നമ്മുടെ കയ്യിലുള്ളത് ആണ്. ഇതിനകത്ത് വാല്യൂസ് കൊടുക്കാം. 20 ഈക്വൽ ടു 12 പ്ലസ് 15 മൈനസ് n of A intersection B. കണ്ടോ, ഇങ്ങനെ വന്നേക്കുന്നത്. സോ നമുക്ക് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആവേണ്ട, അത് മാത്രം ഇപ്പോൾ സെറ്റ് കൊണ്ടുവരാം. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 12 പ്ലസ് 15 മൈനസ് 20. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 37 മൈനസ് 20 ഈസ് ഈക്വൽ ടു 17 എലമെൻറ്റ്സ്. ഓക്കെ, 12, 37, 17 elements. Somewhat difference is there because this cannot be greater than this one. So now number of elements നമുക്കൊന്ന് കൂട്ടാം. Here this is 15 and here this is 17 elements. Okay, 17 elements can be taken. So how many? 15 plus 17 minus 20. So how many? So there also no problem is there. 15 minus 20, 15 plus 17. So that is 12. Then 32 minus 20, that is equal to 12. That's right. Okay, so how many elements in A intersection B? A intersection B has 12 elements. So the question is, if A union B is equal to 20, n of A is equal to 15, n of B is equal to 17, find the number of elements in A intersection B. So we have n of A union B is equal to n of A plus n of B minus n of A intersection B. That is 20 is equal to 15 plus 17 minus A intersection B, n of A intersection B. So n of A intersection B is equal to 15 plus 17 minus 20. That is 32 minus 20 is equal to 12. Okay, so that is the question. Another question, second question. If n of A intersection B, A union B is equal to 15, n of A is equal to 8, n of B is equal to 7. Verify whether A and B are disjoint sets. A and B are disjoint sets. So what is the given data? The given data is n of A union B is equal to 15, n of A is equal to 8, n of B is equal to 7. We have to verify whether A and B are disjoint sets. So disjoint sets means A intersection B is null set. അപ്പോൾ നമ്മൾ എഴുതേണ്ടത്, നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. n of A plus n of B is equal to 8 plus 7, that is equal to 15. n of A union B, that's given, is equal to 15.
Therefore, n of A union B is equal to n of A plus n of B. Hence, A and B are disjoint sets. Disjoint sets. ഇതല്ലേ നമ്മൾ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. n of A union B യും n of A plus n of B യും ഈക്വൽ ആണെങ്കിൽ സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും വിളിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ടൗൺ, ഒരു ക്വസ്റ്റ്യൻ എഴുതാമോ? ഇൻ എ ടൗൺ there are 200 people. 200 people. Of these 150 read newspaper A and 120 read newspaper B. 150 read newspaper A and 120 read newspaper B. Okay. All the people read at least one of the papers. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഏതൊരാളെടുത്താലും അയാൾ ഒന്ന് എ എന്നുള്ള പേപ്പർ വായിച്ചിരിക്കും, അല്ലെങ്കിൽ ബി എന്നുള്ള പേപ്പർ വായിച്ചിരിക്കും. How many people read both A and B? This is our question. ടെക്സ്റ്റിനകത്ത് കുറേയേറെ ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേണിലുണ്ട്. യു ക്യാൻ ട്രൈ. ഓക്കെ, ഞാൻ അതിൻ്റെ പാറ്റേൺ പറഞ്ഞതേ ഉള്ളൂ, ക്വസ്റ്റ്യൻ പറഞ്ഞത് സെയിം ക്വസ്റ്റ്യൻ അല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കി, അത് ടീ ഇഷ്ടപ്പെടുന്നവർ, കോഫി ഇഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ന്യൂസ് പേപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാർ ഓൺ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ഡേറ്റ തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാത്തിൻ്റെയും ബേസ് ഒന്ന് തന്നെയാണ്. ശരി, അപ്പോൾ ഇൻ എ ടൗൺ ദെർ ആർ 200 പീപ്പിൾ. ഈ 200 പേരും ഈ ഏതെങ്കിലും ഒരു പേപ്പർ വായിക്കുന്നവരേ ഉള്ളൂ. മീൻസ് ആ 200 നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് മീനിങ്. ആ 200 പേരിൽ എ വായിക്കുന്നവരുണ്ട്, ബി വായിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഡേറ്റയാണ് തന്നിരിക്കുന്നത്? ഇവയെ നമുക്ക് സിംബോളിക്കലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഇത് വെറുതെ വാചകത്തിലാണ് തന്നിരിക്കുന്നത്. വാചകത്തിൽ തന്നിരിക്കുന്നത് നമുക്ക് സിംബോളിക്കലി മാറ്റണം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ സൈഡിലേക്ക് എഴുതാം, എന്നിട്ട് ഇതങ്ങ് മായ്ക്കാം. ഓക്കെ, സോ ഗിവൺ n of A is equal to 150. n of B is given, that's equal to 120. Okay, 150 and 120. ഇനി പറഞ്ഞിരിക്കുന്നു there are 200 people who read at least one of the papers A and B. എയോ ബിയോ അല്ലെങ്കിൽ രണ്ടുമോ വായിക്കുന്നത് 200 പേര്. ദാറ്റ് ഈസ് n of A union B is given, that is equal to 200. This is the data given, and this to require to find how many people read both A and B means A intersection B വേണമെന്ന് ചുരുക്കാം. നമുക്ക് A intersection B കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ നമുക്ക് ഇതങ്ങ് മഴിക്കാൻ. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഓൾ ദി ഡേറ്റ ഈസ് collected from there. So n of A is equal to 50, n of B is equal to 120, n of A union B is equal to 200, and is required to find n of A intersection B. We have n of A union B equal to n of A plus n of B minus n of A intersection B. This is our rule, addition rule. So we write down the rule there. We have എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് 200 ഈക്വൽ ടു വാട്ട് ഈസ് n of A? 150 plus 120 minus n of A intersection B. This is to be identified. So n of A union A intersection B is equal to 150 plus 120 minus 200. So this is equal to 150 plus 120, that becomes 270. 270
minus 200, that's equal to 70, means there are 70 people who read both the newspapers A and B. So we have to conclude. Therefore, number of people who read A and B. A and B means both. A and B is equal to 70. This is our answer. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇതുപോലെ തന്നെയാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, വേറെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 people, 250 can speak, 250 can speak Hindi, and 200 can speak English. In a group of 400 people, അപ്പോൾ 400 പേരെ എടുത്തപ്പോൾ അതിൽ 250 പേർക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും, 200 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും. നമുക്ക് വേണ്ടതാ ഫൈൻഡ് ഹൗ മെനി ക്യാൻ സ്പീക്ക് both Hindi and English. This is our question. രണ്ടും കൂടി വായിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. So the given data is, in total we have 400 people. Out of these 400 people, ഈ മൊത്തത്തിൽ 400 പേരാണ്. ഈ 400 പേരിൽ 250 can speak in Hindi and 200 can speak English. We have to identify how many people among these 400 can speak both Hindi and English. That's our question. So നമുക്ക് ഈ ഡേറ്റയിനെ ഇതിന് ഇന്നൊരു ലാംഗ്വേജിൽ ഇങ്ങനെ ലിറ്ററേച്ചർ ആയിട്ട് തന്നിരിക്കുക, അതിൽ നമുക്ക് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് യൂസ് ചെയ്ത് മാറ്റണം. സോ ലെറ്റ് the set of people speak English. H, this set of people speak Hindi എന്ന് ആദ്യം എഴുതി വെക്കുക. കാരണം നമ്മൾ കൊടുക്കുന്ന സിമ്പിൾസ് എന്താണ് നമുക്കെന്നെ അറിയണമല്ലോ, വേറെ നോക്കുന്ന ഒരാളിനെ അറിയണമല്ലോ, അപ്പോൾ ഒന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. given n of E union H അല്ലെങ്കിൽ H union E is equal to 400. That is 400. N of H 250. N of E, that is equal to 200. What is to be identified? The number of people speak both English and Hindi, means n of H intersection E to be identified. N of H intersection E is to be identified. So we have the addition rule. So we need not this one. അപ്പോൾ നമ്മൾ ഞാൻ തുടങ്ങും. we have n of H union E is equal to n of H plus n of E minus n of H intersection E. നമുക്ക് n of H intersection E വേണ്ട അല്ലേ? വാല്യൂസ് കൊടുത്തു പോകാം. This is 400 equal to 250 plus 200 minus n of H intersection E. So that can be ഇതേ നമുക്ക് അടുത്ത് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഈ 400 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. So n of H intersection E is equal to 250 plus 200 minus 400 is equal to ഇത് 450 minus 400 equal to 50. So the number of people who can speak both English and Hindi is 50. അപ്പോൾ അടുത്ത ആൻസർ എഴുതുന്നത് number of people who can speak both Hindi and English
both Hindi and English is equal to 50. That's answer. ഉണ്ടോ? അപ്പോൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് അഡീഷൻ റൂൾ മാത്രമേ അവിടെ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അഡീഷൻ റൂൾ എഴുതുക, എന്താണോ വേണ്ടത് അതങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എ ഓർ ബി, എ ആൻഡ് ബി, ഇത് രണ്ടും ചോദിക്കും. എ ഓർ ബി, എ ഓർ ബി മീൻസ് എ യൂണിയൻ ബി. ദിസ് ഓർ എ ആൻഡ് ബി മീൻസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ എവിടെയെങ്കിലും number of people who read A or B, find the number of people who read A or B means P of A union B കണ്ടുപിടിക്കണം. number of people who read A and B, A intersection B എടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓർ വന്നാൽ അവിടെ യൂണിയനും ആൻഡ് വന്നാൽ ഇന്റർസെക്ഷനും ചേർത്തോളാം. അത് മാത്രമേ ഉള്ളൂ. ലിറ്ററേച്ചറിൽ തരുമ്പോഴത്തേക്ക് നമുക്ക് മാത്തമാറ്റിക്കൽ സിമ്പിൾസിലേക്ക് മാറ്റാൻ വേണ്ടി ആവശ്യം വരുന്ന കാര്യം മാത്രം. ഓക്കെ, ഇനി ഞാൻ കുറച്ചൊരു വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകാം. എങ്ങനെ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചു വരാം. ഓക്കെ, ഒത്തിരി വലിയൊരു ക്വസ്റ്റ്യൻ ആണേ. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ടെക്സ്റ്റിനകത്തുള്ളത് തന്നെയാണ്, മിസ്ലേനിയസ് സെക്ഷനകത്ത് കിടക്കുന്നത്. ഞാൻ വലുത് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തതേ ഉള്ളൂ. ഇൻ എ സർവേ it was found that ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ കുറച്ച് വേർഡിങ്സ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. It was found that 21 people like the product A, comma 26 like product B means 26 people like product B. That's the meaning. 26 like product B and 29 people like product C. അപ്പോൾ 3 പ്രോഡക്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ വാട്ടർ ഇറ്റ് മേ ബി, എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ബിസ്ക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കാം, വാട്ടർ ഇറ്റ് മേ ബി. അപ്പോൾ 3 പ്രോഡക്റ്റുണ്ട് എ ബി സി. അപ്പോൾ ഒരു സർവേ നടത്തിയപ്പോഴത്തേക്ക് കുറേ ആളുകളുടെ അടുത്തിട്ട് ആ സർവേ നടത്തിയിരിക്കുന്നത്. സർവേ നടത്തിയപ്പോഴത്തേക്ക് അതിൽ 21 പേര്, എത്ര പേര് നടത്തിയെന്ന് പറയുന്നില്ല കേട്ടോ, എത്ര പേര് നടത്തിയെന്ന് പറയുന്നില്ല. എത്രയോ പേരിൽ ഒരു സർവേ നടത്തിയപ്പോൾ അത് 100 പേരായിക്കോട്ടെ, 500 പേരായിക്കോട്ടെ, 1000 പേരായിക്കോട്ടെ, നമുക്കത് പ്രശ്നമല്ല. അപ്പോൾ കുറച്ച് പേരിൽ സർവേ നടത്തിയപ്പോൾ ആ സർവേയിൽ 21 പേർ, എത്ര പേര് സർവേ നടത്തിയെന്ന് ഇതിനകത്ത് ഡേറ്റയും തന്നില്ല, അപ്പോൾ നമുക്ക് പറയാനും പറ്റില്ല. 21 ആളുകൾ പ്രോഡക്റ്റ് എ ഇഷ്ടപ്പെടുന്നു, 26 പേര് പ്രോഡക്റ്റ് ബി ഇഷ്ടപ്പെടുന്നു, 29 പേര് പ്രോഡക്റ്റ് സി ഇഷ്ടപ്പെടുന്നു. എഗെയിൻ ഇനി തന്നില്ല, ഡേറ്റ തന്നില്ല. If 14 people like both A and B, A and B means A and എന്ന് പറയുമ്പോൾ മനസ്സിലായി, ആൻഡ് മീൻസ് ഇന്റർസെക്ഷൻ, എ ഇന്റർസെക്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്, എ ഇന്റർസെക്ഷൻ നമ്പറാണ് തന്നിരിക്കുന്നത്. 14 people like both A and B, 12 people like both B and C, comma 14 like B and C, and 8 people like all the 3 products. Find how many people like C only. സി മാത്രം ഇഷ്ടപ്പെടുന്നത് എത്ര പേരുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെ പല രൂപത്തിലാക്കാം. എത്ര പേരാണ് ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രോഡക്റ്റ് എങ്കിലും ഇഷ്ടപ്പെടുന്നവർ എന്ന് ചോദിക്കാം. നമുക്ക് നോക്കാം, എല്ലാത്തിനും ചേർന്നിട്ട് നമുക്ക് ആൻസർ ഇടാം. അപ്പോൾ ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ, ഇതായിരുന്നു ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് എത്ര പേരാണ് സി മാത്രം ഇഷ്ടപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതേ ഇങ്ങനെ കിടന്നാൽ ഒരു സുഖമില്ല. നമുക്കിതിനെല്ലാം സിംബോളിക്കലി മാറ്റണം, എന്നാലേ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നു. ഓക്കെ, അപ്പോഴേ ഞാൻ അത്യാവശ്യം കുറച്ച് സ്പേസ് എനിക്ക് വേണം, അതുകൊണ്ട് ഇതങ്ങ് മാറ്റാം. ഈ ഫസ്റ്റ് ലൈൻ കളഞ്ഞു, ബാക്കിയെല്ലാം ഡേറ്റ കിടക്കണോട്ടോ കിടക്കട്ടെ. എൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത് 21 people ലൈക്ക് പ്രോഡക്റ്റ് എ. അപ്പോൾ എ എന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന 21 പേരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ബൈ n of a is equal to 21. And 26 like product B means n of B is equal to 26. And n of C is equal to 29. കണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് 21 people like A, 26 like B and 29 people like C. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അത്രയും കളയാം. ഇത്രയും നമുക്ക് പോയി കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. അപ്പോൾ ആവശ്യമനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആവശ്യമില്ല, പിന്നെ അത് വായിക്കാൻ നിൽക്കുന്നത്. കംപ്ലീറ്റ് ഡേറ്റയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനങ്ങ് അവോയ്ഡ് ചെയ്യുക, പിന്നെ നമ്മൾ ഡേറ്റ മാത്രം യൂസ് ചെയ്യുക. ഈ 14 like both A and B. A and B means A intersection B. So A intersection B, n of A intersection B is equal to 14. Now 12 people like both B and C. B and C means B intersection C. So n of B intersection C. B intersection C is equal to how many? 12 people. And 14 like B and C. N of B intersection C is equal to 14. So 14 like A and B means A intersection B is equal to 14. 12 like both B and C means B intersection C is equal to 12. And 14 again like B and C means n of B intersection C is equal to 14. So, okay, this can be avoided. നമുക്ക് സ്പേസ് ഇഷ്ടം പോലെ കിട്ടി. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇനിയുണ്ടല്ലോ 8 people like all the 3 products means 8 people like A and B and C. 8 people like A and B and C. അപ്പോൾ A and B and C means A intersection B intersection C. So n of A intersection B intersection C is equal to 8. So this is the data given, and here we have to find n of C. n of C എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. n of C means C അല്ല, C only. n of C is given. ഈ C ഇഷ്ടപ്പെടുന്നവർ, C മാത്രം ഇഷ്ടപ്പെടുന്നവരും ബിയും എയും ഇഷ്ടപ്പെടുന്നവരും എല്ലാം ചേർന്നിട്ടാണ് C ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ എയ്ക്കും ബിക്കും ഇഷ്ടമാണ് കാണും. അവരെ എണ്ണം അവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 29 വന്നേക്കുന്നത്. നമുക്കൊണ്ട് C only എന്നാണ് പറയുന്നത്. C മാത്രം, C അവർക്ക് വേറെ ബിയും എയും ഇഷ്ടമല്ല. അങ്ങനെയുള്ള എത്ര പേര് വേണം എന്നാണ് കണ്ടുപിടിക്കാൻ പറയും. സപ്പോസ് ഇതവിടെ ക്വസ്റ്റ്യൻ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് ചോദിച്ചാൽ ഹൗ മെനി പീപ്പിൾ ലൈക്ക് C only ആ വേണ്ടത്. ഓക്കെ, അതെടുക്കാം നമുക്ക്. അതിന് മുന്നേ ഞാൻ ചോദിക്കുന്നു, ഹൗ മെനി പീപ്പിൾ there who like at least one of these products? ഇങ്ങനെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ മെനി പീപ്പിൾ വിൽ ബി there who like at least one of the 3 products? ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, ഈ 3 പ്രോഡക്റ്റുകൾ ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഹൗ മെനി പീപ്പിൾ ആർ ഡെയർ ഹു ലൈക്ക് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദ 3 പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് n of A union B union C. അറ്റ് ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദ 3 പ്രോഡക്ട്സ്, അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദ 2 പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യൂണിയൻ ഈസ് റെപ്രസെന്റഡ് ഡെയർ. A or B or C, that's a meaning. At least one of A, B or C means A ആകാം, അല്ലെങ്കിൽ B ആകാം, അല്ലെങ്കിൽ C ആകാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആകാം. ഇതൊക്കെ വരാം. എല്ലാ പോസിബിലിറ്റീസും പറഞ്ഞിട്ട് അവിടെ വരുന്നത് ദാറ്റ് ഈസ് n of A union B union C. ക്വസ്റ്റ്യൻ ഓക്കെ, നമ്മൾ ഇതെല്ലാം നമുക്ക് ആൻസർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഈ ഡേറ്റ തന്നിട്ട് ഫൈൻഡ് ഹൗ മെനി പീപ്പിൾ ലൈക്ക് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദി 3 പ്രോഡക്ട്സ്. കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ we have to calculate n of A union B union C. A union B union C calculate ചെയ്ത് വരുമായിരുന്നു. And here we have the formula, that is n of A plus n of B plus n of C minus n of A intersection B minus n of B intersection C minus n of C intersection A and plus n of A intersection B intersection C. So all the data is given here. All the data is given here. n of A is given, n of B, n of C, A intersection B, B intersection C, B intersection C. So that is A intersection C, not B intersection C, A intersection C. And n of A intersection B intersection C. All the data is given.
just simply substitute here. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കണേ, എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ഇത് പറയുക? ഈ ഡേറ്റ തന്നിട്ട് how many people are there who like at least one of the three products എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ we need to find the value of n of A union B union C. ഇതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. at least one of the products എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ so n of A union B union C you can calculate using the given data and this formula. How to apply the addition formula there? Okay, so you can simply substitute and find the value of n of A union B union C. Right, you can tell. You can do as a homework there. Okay, നിങ്ങൾക്ക് എന്നെ സ്വയം ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഈ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് find how many people are there who like C only എന്നങ്ങ് മാറ്റിയിട്ട് how many people are there who like at least one of the three products എന്നാക്കുക ക്വസ്റ്റ്യൻ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നോക്കി, ഈ ഡേറ്റ തന്നെല്ലാം എഴുതി വെക്കുന്നു. ഈ അഡീഷൻ ഫോമിൽ എഴുതുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് A union B union C. Right? So using the addition formula you can calculate. But here our problem is entirely different question. Here we have to find the number of people who like the product C only or A only or B only. That is to be calculated. ഇവിടെ the method is slightly different from this one. We are not going to apply this formula. ഇത് അപ്ലൈ ചെയ്യാം, പക്ഷേ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? How many people are there who like C only, product C only, C മാത്രമേ ഇഷ്ടപ്പെടാവുള്ളൂ, അവർ ബിയോ എയോ ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് മീനിങ്ങാണ്. ഈ 29 പേരിൽ എല്ലാവരും സി മാത്രം ഇഷ്ടപ്പെടുന്നവരല്ല. അതിൽ കുറേ പേരുണ്ടാവും എ ഇഷ്ടപ്പെടുന്നവർ, കുറേ പേരുണ്ടാവും ബി ഇഷ്ടപ്പെടുന്നവർ, ചിലപ്പോൾ രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എയും ബിയും സിയും ഇഷ്ടപ്പെടുന്നവർ അതിനകത്തുണ്ടാവും, സി മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നമുക്ക് വേണ്ട സി മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് വേണ്ടത്. അതെങ്ങനെ കാൽക്കുലേറ്റ് വെച്ചാൽ ഹിയർ ദ മെത്തേഡ് ഈസ് diagrammatic method. That is, we are going to use Venn diagram. We are going to use Venn diagram. How to use the Venn diagram? That is the important point here. So we can draw 3 sets: A, B, and C. കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. ഇങ്ങോട്ട് വരയ്ക്കാം. A, B and C here, right? So A, B, C are drawn. അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ നോക്കണം. 3 സെറ്റുകളാണ് തന്നിരിക്കുന്നത്. 3 സെറ്റുകളും ഡിസ്ജോയിൻ്റ് അല്ല. ഫ്രം ദ ഗിവൺ ഡേറ്റ ഇറ്റ് ഈസ് ക്ലിയർ. കാരണം A intersection B intersection C ക്കകത്ത് തന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. സോ ദ 3 സെറ്റ്സ് ആർ നോട്ട് ഡിസ്ജോയിൻറ്റ്. ഓക്കെ, ദേ ആർ നോട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഇനി എങ്ങനെയാണ് ഡേറ്റ ഇതിനകത്ത് എഴുതുക എന്നുള്ളതാണ് അടുത്ത വിഷയം. നിങ്ങൾ എപ്പോഴും ചെയ്യണം. നോക്കേ, ഇതിനകത്ത് ഡേറ്റ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡേറ്റയ്ക്ക് ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെൻ്റ് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഡേറ്റയിനെ ഈ വെൻ ഡയഗ്രത്തിനകത്ത് നിന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. വേണമെങ്കിൽ യു എന്ന് കൊടുത്തോളൂ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അതിനല്ല ഇമ്പോർട്ടൻസ് ഇവിടെ. എന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴേ ഇത്രയും കേസുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടതാണ് എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് എത്രയുണ്ടെന്ന് ആദ്യം നോക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് എത്രയുണ്ടോ അതായിരിക്കണം ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിച്ചോണേ, എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന എത്ര വരിക? 8 എണ്ണമല്ലേ? അത് ദേ ഇവിടെ വരും. കണ്ടോ, ഇതാണ് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള പോർഷൻ. എക്കും ബിക്കും സിക്കും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻ എവിടെയാണോ അവിടെ ആദ്യം മാർക്ക് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ചെയ്തിട്ടേ ബാക്കി ചെയ്യാവും. എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാതെ തോന്നിയ പാടെ എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ആകെ നാശമാവും. നമുക്ക് കിട്ടേണ്ടത് കിട്ടില്ല, ആവശ്യമില്ലാത്ത പണിയാവും, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഇന്നർ മോസ്റ്റ് മീൻസ് A intersection B intersection C to be marked first. So here there are 8 people who like all the 3 products. That is here because this is common to എല്ലാ A ക്കകത്തുണ്ട്, B ക്കകത്തുണ്ട്, C ക്കകത്തുള്ള പോർഷൻ അവിടെ ആദ്യം മാർക്ക് ചെയ്യാം. ഇനി വേണ്ട എന്താണെന്നറിയാവോ? A intersection B, B intersection C, A intersection C. ഇത് 3 എടുക്കണം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് എടുക്കാം. തന്നിരിക്കുന്ന ഓർഡർ തന്നെ എടുക്കാം. നമുക്ക് A intersection B എടുക്കാം. വാട്ട് ഇസ് A intersection B? A intersection B is the whole portion അല്ലേ? ഇത്രയും ഹോൾ പോർഷനിലെ എ ഇന്റർസെക്ഷൻ ബി ഇതാ ഇത്രയും വരും. എ ഇന്റർസെക്ഷൻ ബി ഉണ്ടാ ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. അതിൽ എത്രയാ ടോട്ടലി ഉള്ളത്? 14 ആണ്. ആ കോമൺ ഞാനിപ്പോൾ റെഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നല്ലോ, ആ റെഡ് ഷെയ്ഡിൽ ടോട്ടലി 14 വരാൻ പാടുള്ളൂ. ആൾറെഡി 8 ഈസ് മാർക്ക്ഡ് ഹിയർ.
ബാക്കി അപ്പോൾ എത്ര പേര്? 6 എണ്ണം ഉണ്ടല്ലേ. ടോട്ടലി 14 അല്ലേ ഉള്ളത് അവിടെ. അതിൽ ആൾറെഡി നമുക്ക് ഈ റെഡ് പോർഷനകത്ത് 8 ആയില്ലേ. ഇനി 6 ബാക്കിയല്ലേ. ആ ശേഷിക്കുന്ന 6 ദേ ഈ പോർഷനിൽ മാർക്ക് ചെയ്യണം. ദാറ്റ് ഇസ് 6 ഇയർ. കണ്ടോ 6 ഇയർ. അപ്പോൾ നമ്മൾ എടുത്തേക്ക് നോക്കേ. എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ദ ഹോൾ പോർഷൻ. ആ ഹോൾ പോർഷൻ ആൾറെഡി 8 ആയിട്ടുണ്ട്. സോ റിമൈനിങ് ബി നീഡ് ഓൺലി എ 6 ഇയർ. സോ 14 ആയിപ്പോൾ. സോ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് 4. ഇതാണ് മെത്തേഡ്. അപ്പോൾ ആദ്യം ഇന്നർ മോസ്റ്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് പെയർ ആയിട്ട് എടുക്കുക. എ ഇൻ്റർസെക്ഷൻ ബി, ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ എ. ഇത് 3 പെയർ വൈസ് എടുക്കുക. എന്നിട്ട് ആൾറെഡി എത്ര കൊടുത്തിരിക്കുന്നു അതിൻ്റെ ബാലൻസ് മാത്രം മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിലേ ബി ഇൻ്റർസെക്ഷൻ ഈ സി ഇസ് ഹിയർ. കണ്ട 12 അല്ലേ ടോട്ടലി ഉള്ളത്. ആൾറെഡി 8 ആയില്ലേ. ബാക്കി 4 പേര് ഇവിടെ വരും. കണ്ട ഇതിന് വെളിയിൽ. അതുപോലെ എ ഇൻ്റർസെക്ഷൻ സിക്ക് ടോട്ടലി 14. ആൾറെഡി 8 ഈസ് ഹിയർ. സോ ഹിയർ ഓൺലി 6. മെത്തേഡ് നോക്കണേ. ആദ്യം ഇന്നർ മോസ്റ്റ് കൊടുത്തു. എന്നിട്ട് പെയർ വൈസ് എടുത്തപ്പോൾ ആ ഇന്നർ മോസ്റ്റ് എത്രയാണോ കിടക്കുന്നത് അതിൻ്റെ ബാലൻസ് ആയിരിക്കണം അവൻ്റെ ഔട്ട് സൈഡ് വരേണ്ടത്. റൈറ്റ്. ഇനി വരുന്നത് എ ബി സി ആ. ഇനി തിരിച്ചങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ തലതിരിഞ്ഞാൽ പോകുന്നത്. ഓക്കെ. ഇനി എയിലേക്ക് വരാം. ടോട്ടൽ എയിലേക്ക് എത്ര പേരുണ്ട്? 21 പേരുണ്ട് അല്ലേ. എയിൽ 21 പേരാണ് ടോട്ടലി ഉള്ളത്. ഇതിൽ എത്ര ആയി നോക്കേ. 6, 8, 6. ഇത്രയും എക്കകത്ത് കിടക്കുക. കണ്ടോ എയുടെ റീജിയനകത്ത് എത്രയും കിടക്കുക. ദാറ്റ് ഈസ് 12 + 8 20 ആയി കഴിഞ്ഞു. 20 ആയി കഴിഞ്ഞു. ഇനി ഒരാളെ ഇവിടെ ശേഷിക്കുന്നുള്ളൂ. സോ ഓൺലി 1 person ഈസ് ഹിയർ. റൈറ്റ്. മനസ്സിലായോ പറഞ്ഞത്? ടോട്ടലി എ എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ് എ എന്ന് പറയുക. ആ എയുടെ പോർഷനകത്ത് ആൾറെഡി നമുക്ക് 6ഉം 8ഉം 6ഉം ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് 12 + 8 20 ആയി കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന ഒരാളേ ഉള്ളൂ. അയാൾ മാത്രമേ ഇതിന് വെളിയിൽ പോകത്തുള്ളൂ. അപ്പോൾ എ മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺലി 1 person ഈസ് ദെയർ ഹു ലൈക്സ് എ ഓൺലി. ഇനി ബി എടുക്കാം. ബിക്ക് 26 പേരുണ്ടല്ലേ ടോട്ടലി. ബിക്ക് 26 ആ ഉള്ളത്. ആൾറെഡി ബിൻ്റെ റീജിയനിൽ എത്ര ആയി നോക്കിയാണ്? 6, 4, 10, 18 പേരായി. 18 പേര് ആൾറെഡി ആയി കഴിഞ്ഞു. ബാക്കി എത്ര പേരാ ഉള്ളത്? 26-നകത്ത് ബാക്കി 8 പേരാ ഉള്ളത് അല്ലേ. 8 പേര് ഇവിടെ വരും. കണ്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ബിൻ്റെ റീജിയനിൽ ആദ്യം എത്രയായി നോക്കി. 6, 4, 10, 18. 18ഉം പിന്നെ 26, 18ഉം പോയി കഴിഞ്ഞാൽ ബാക്കി 8. സോ 8 പേര് ബിക്കകത്ത് മാത്രം വരും. ബി മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര വെച്ചാൽ ദാറ്റ് ഈസ് ഓൺലി 8. റൈറ്റ്. ഇനി സിൻ്റെ റീജിയൻ നോക്കുക. സിക്കകത്ത് ടോട്ടലി how many? 29 persons are there. In total 29 are there. So how many already? 6, 10, 18 is there. അപ്പോൾ 11 persons will be there. Again 8, 12 അല്ലല്ലോ. that's 11 will be there. അപ്പോൾ ശരിയായില്ലേ. 10, 18, 11, 29 പേരായി. എഴുതി മനസ്സിലായോ? സോ അപ്ലൈ ദ വെൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ എഴുതുന്ന എങ്ങനെയാണെന്ന് അറിയാം പ്രോബ്ലത്തിനകത്ത്. The given data can be expressed in a Venn diagram as below എന്ന് എഴുതുക. The given data ഇത്ര എഴുതി വെച്ചതിന് ശേഷം the given data can be represented in a Venn diagram as shown below എന്ന് എഴുതിയിട്ട് ഇതങ്ങ് വരച്ചാൽ മതി. ഇതാണെങ്കിൽ ഈസി. അല്ലാതെ കണ്ടുപിടിക്കുന്നതിൽ എളുപ്പമൊന്നുമല്ല. ആ കൺഫ്യൂഷൻ ആവുന്നു. ഇതാകുമ്പോൾ വളരെ ഈസിയാണ്. ഏറ്റവും ഇന്നർ മോസ്റ്റ് ആദ്യം കൊടുത്തു. പിന്നെ ഓരോന്നെടുക്കുക. ഇൻ്റർസെക്ഷൻ 2 വിധം ഇൻ്റർസെക്ഷൻ എടുക്കുക. ബാലൻസ് അവിടെ എഴുതി പോവുക. അത് കഴിഞ്ഞ ശേഷം എയും ബി എടുക്കുക. അതിൻ്റെ ബാലൻസ് എഴുതുക. എന്നിട്ട് ഇനി ഫ്രം ദി വെൻ ഡയഗ്രാം വരച്ചിട്ടു. എന്നിട്ട് കൺക്ലൂഷൻ ഫ്രം ദി വെൻ ഡയഗ്രാം number of people like C only is 11. Number of people who like C only is 11. ഏതുകൊണ്ട് എടുക്കാം കേട്ടോ. ഇതിനകത്ത് ഏതുകൊണ്ട് എടുക്കാം. സി ബി മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 8 പേരുണ്ട്. എ മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 1 ഉണ്ട്. ഇതുപോലെ എന്ത് ഡേറ്റ വേണമെങ്കിലും എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വെൻ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇത് ആണ് അതിനകത്തുള്ള വലിയ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ ചെറുതാണ്. ഇത് ഞാൻ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറഞ്ഞത്. 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം.
ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആട്ടെ. ഒരു ഡേറ്റ തന്നിട്ട് ആ ഡേറ്റ ഇൻകറക്റ്റ് ആണോ അതോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു വർക്ക്ഔട്ട് എക്സാമ്പിളാണ്. അതുകൊണ്ട് ജസ്റ്റ് നോക്കിയേക്കാം നമുക്ക്. ഔട്ട് ഓഫ് 500 people, അല്ലെങ്കിൽ 500 car owners are investigated, comma 400 owned car A, ഒരു particular brand of car ആണ് car A, and 200 owned car B, 50 owned both A and B, 50 owned both A and B, 50 owned both A and B. Both A and B means A and B cars, brand cars ആണ്. ക്വസ്റ്റ്യൻ ഇത്രയും തന്നിട്ട് ഈസ് ദി given data is correct. വേണമെന്ന് ചോദിക്കും ജസ്റ്റിഫൈ യുവർ ആൻസർ. കറക്റ്റ് ആണെന്ന് വെച്ചാൽ ആണോ അല്ലെന്ന് പറഞ്ഞാൽ ആൻസർ തന്നില്ലേ. അതും പറയും ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിരിക്കണം കേട്ടോ. വെറുതെ എഴുതി വെച്ചുള്ളായിരുന്നു റോങ് എന്നോ അല്ലെങ്കിൽ കറക്റ്റ് എന്നോ റോങ് എന്ന് എഴുതി വെച്ചുള്ളതില്ല. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ കാണിച്ചിരിക്കണം. റോങ് ആണ് എന്തുകൊണ്ട് റോങ് ആണെന്ന് കാണിച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ. റൈറ്റ്. ഇനി നമുക്ക് വരാം, ക്വസ്റ്റിലേക്ക് വരാം. ഇത് പറ്റില്ല, നമുക്ക് മാത്തമാറ്റിക്കൽ ഫോം ആകണം. അപ്പോൾ നമുക്ക് എടുക്കാം. ഔട്ട് ഓഫ് 500 കാർ ഓണേഴ്സ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ്, 400 ഓൺഡ് കാർ എ ആൻഡ് 200 ഓൺ കാർ ബി. അപ്പോൾ എയും ബിയും തന്നെയാണല്ലോ സെറ്റുകൾ. സോ നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടലി 500 മീൻസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 100. N of A union B, number of people owned either car A or B is 500. So that is over. And here 400 owned car A, that is N of A is equal to 400. So N of A is equal to 400 and N of B is equal to 200 and N of A intersection B is equal to 50. ഇത്രയാണ് നമുക്ക് ഡേറ്റ തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ഡേറ്റ ശരിയാണോ തെറ്റാണെന്നോ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പോഴേ നമുക്ക് നമ്മുടെ അഡീഷൻ റൂളില്ലേ, അഡീഷൻ റൂൾ വാലിഡ് ആകണ്ടേ. അഡീഷൻ റൂൾ വാലിഡ് ആണെന്ന് നോക്കാം. സോ വി ഹാവ് N of A union B, we have എന്ന് കൊടുക്കണേ. we have N of A union B is equal to N of A plus N of B minus N of A intersection B. Right? So we can give the values there. So both should be equal. 500 equal to 400 plus 200 minus 50. That is 500 equal to 600 minus 50. That is 500 equal to 550. That is wrong. Hence, the given data is incorrect. Even the given data is incorrect. Suppose ഇത് 500 തന്നെ വന്നിരിക്കട്ടെ, ഇത് 100% ആയി ഇവിടെ വന്നിരിക്കട്ടെ, then the data will be correct. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ അഡീഷണൽ റൂളിനകത്ത് കൊടുക്കുക. അഡീഷണൽ റൂൾ കൊടുത്ത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ആണോ, ഈക്വൽ അല്ലെങ്കിൽ that is wrong എന്ന് എഴുതി വെക്കുക. This is wrong. 500 cannot be equal to 550. So that is wrong. Means the given data is wrong. Clear ആയേ? Given data is wrong. So ഒരു ക്വസ്റ്റ്യൻ കൂടി അതിനകത്ത്. ഓക്കെ. In a group of 70 people, next question. Text questions അല്ലേ. In a group of 70 people, അപ്പോൾ 70 പേരെ എടുത്തിരിക്കുന്നത്. 70 people, 37 like coffee, 12 like tea, and 12 like tea and coffee. Coffee. അപ്പോൾ in a group of 70 people, 37 like coffee, 12 like tea and coffee. Okay, 12 like tea and coffee. നമുക്ക് വേണ്ടതാ how many people
ഒന്നുകൂടി. If at least if the number of people who like at least one of the drinks, if the number of people who like at least one of these drinks is 70, total ennaane 70, then find the number of people who like tea. Find the number of people who like tea. 70 പേരും ഒന്നുകിൽ ചായ അല്ലെങ്കിൽ കോഫി ഇഷ്ടപ്പെടുന്നു. 70 പേരല്ല ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. 70 സ്റ്റഡി നടത്തപ്പോൾ 70 പേരും ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെടുന്നവരാ, ഏത് കോഫി ഓർ ടീ. നമുക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നേക്ക് നോക്കേ, 12 ലൈക്ക് ടീ ആൻഡ് കോഫി തന്നിട്ടുണ്ട്, 37 ലൈക്ക് കോഫി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ടീ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, റൈറ്റ്. സോ മാത്തമാറ്റിക് ഫോമിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ലെറ്റ് സി പീപ്പിൾ ലൈക്ക് കോഫി, ടീ പീപ്പിൾ ലൈക്ക് ടീ. ഇത്രയല്ലേ ഉള്ളൂ. 70 people ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നു, മീനിങ് അറ്റ്ലീസ്റ്റ് one of the two drinks means C union T is given. So given T union C is equal to N of T union C is equal to 70. 37 like coffee, so that is N of C is equal to 37. And N of both the drinks, how many? That is 12 like both the drinks, that is T intersection C is equal to 12. നമുക്ക് വേണ്ട N of T ആ വേണ്ടത്. How many people like T only? ഇതാണ് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ്? N of T നമുക്ക് വേണം. സോ N of T ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. T only അല്ല, how many people who like T എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, T only അറിയണമെങ്കിൽ T എത്ര പേര്, ടോട്ടൽ എത്ര പേരെന്ന് അറിയണം, എന്നാലും നമുക്ക് T only കണ്ടുപിടിക്കാൻ പറ്റും. How many people like T? ശരി, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. We have addition formula. N of T union C is equal to N of T plus N of C minus N of T intersection C or C intersection T, whatever it may be. So this is 70 is equal to N of T വേണം, N of T plus 37 minus 12. 37 minus 12, that is 25. Okay, 70 equal to N of T plus 25, that is 70 minus 25 is equal to N of T. So you can subtract 70 and 25, right? 5 then 4, so that will be 45. So 45 35 that is 5 6 4 45. So that is N of 7 is equal to 45. So how many people who like tea? That is 45. ഇനി ടീ ഒള്ളിന്ന് ചോദിച്ചിരുന്നെങ്കിൽ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണേ. ടീ ഒള്ളിന്ന് ചോദിച്ചാൽ നിങ്ങൾ അത്രയും ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ കോമണിൽ നിന്ന് 45 നിന്ന് രണ്ടും കൂടി വരുന്നുണ്ടല്ലോ, അതങ്ങ് സബ്ട്രാക്ട് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വെൻ ഡയഗ്രം വരയ്ക്കണം. വേണ്ട, ഇത് സി ഇത് ടി, രണ്ടും കൂടെ കോമൺ ആയിട്ട് എത്ര പേര്? 12 പേര്. ടി മാത്രം എത്ര പേര്? 45 പേര്. അപ്പോൾ ഈ 12 നിന്ന് 45 നിന്ന് 12 അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. അതിൽ വേണ്ടത്, സോ ദാറ്റ് ഈസ് 33. സോ 33 വിൽ ബി ഹിയർ. സോ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടി only is 33. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ടോട്ടൽ എത്രയാണോ അതിന് ആ ഇന്റർസെക്ഷൻ പോർഷൻ സബ്ട്രാക്ട് കളയുക. ദാറ്റ് ഇസ് ടി only വരും. ഇവിടെ ടി only അല്ലേ ചോദിച്ചത്, ഹൗ മെനി പീപ്പിൾ ലൈക്ക് ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ബി 45 പീപ്പിൾ വിൽ ബി ദെയർ ഹു ലൈക്ക് ടി. ആ ടി ഇഷ്ടപ്പെടുന്ന കുറേ പേര് എത്ര പേരുണ്ട്? 12 പേര് കോഫി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ടി only ചോദിച്ചിരുന്നെങ്കിൽ ഈ ടോട്ടലിൽ നിന്ന് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്യുക, ഇന്റർസെക്ഷൻ പോർഷൻ സബ്ട്രാക്ട്. അത് വെൻ ഡയഗ്രം വരച്ച് നോക്കിയാൽ അത് വേറെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് സെറ്റ് ചെയ്തിരിക്കാത്ത വരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യുക. ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യുക.
പറ്റുമെന്ന് നോക്കാം, മിക്കവാറും പറ്റണം. ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വളരെ ചുരുക്കിയേ വരത്തുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വെരിഫൈ, നമുക്കത് അത് ഒന്ന് പറഞ്ഞു തരാം ഞാൻ. ശരി, ഓക്കെ, താങ്ക് യു.